നമസ്കാരം. ഡയലോപീഡിയ പുതിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. മരുന്നിൻ്റെ രസതന്ത്രം. മരുന്നിനെക്കുറിച്ച് നമുക്കറിയുന്നതും അതിനപ്പുറം അറിയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണ് മരുന്നിൻ്റെ രസതന്ത്രം. നമുക്ക് ഇവിടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡൻറ്റ് ശ്രീ നവീൻ ചന്ദ് അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുവാണല്ലോ മരുന്നുകൾ. മരുന്നിനെ എങ്ങനെയാണ് പൊതുവെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിർവചിക്കുന്നത്? ഇന്ന് നമ്മുടെ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കാത്ത ജനം ഇല്ല എന്ന് തന്നെ പറയാം. മുമ്പ് അങ്ങനെയായിരുന്നില്ല. കാരണം മരുന്ന് ഉപയോഗിക്കാത്ത എത്രയോ പേർ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ മാറുന്ന ലോകത്ത് എല്ലാ ജനങ്ങളും മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ഉപയോഗിക്കുന്ന മരുന്നിനെക്കുറിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഈ മരുന്ന് എന്താണെന്നതിനെക്കുറിച്ച് അറിയാതെയാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ആ മരുന്ന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു മരുന്ന് എന്നുള്ള നിലയിൽ നമുക്കറിയാം, രോഗം മാറ്റാൻ മരുന്ന് ആവശ്യമാണ്, രോഗം വരാതിരിക്കാൻ മരുന്ന് ആവശ്യമാണ്, രോഗത്തെ നിയന്ത്രിക്കാൻ മരുന്ന് ആവശ്യമാണ്. ഇങ്ങനെ മരുന്ന് എന്നുള്ള ഒറ്റ നിർവചനത്തിൽ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഉപയോഗിക്കുന്ന മരുന്നിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശാസ്ത്രീയമായിരിക്കണം. കാരണം അലോപ്പതി മരുന്നുകൾ, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് കൃത്യമായി അതിൻ്റെ ആക്ഷൻ, അതിൻ്റെ അതുപോലെ സൈഡ് എഫക്റ്റ്, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി എന്നൊക്കെ പറയുന്ന കുറേ ശാഖകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മോഡേൺ മെഡിസിൻ എന്നുള്ളത് കൃത്യമായി ഓരോ മരുന്നിൻ്റെയും അതിൻ്റെ ആക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്താണ്, അതിൻ്റെ മെക്കാനിസം എന്താണ്, അത് മറ്റ് ഡ്രഗുകൾ, മറ്റ് മരുന്നുകളുമായി അതിൻ്റെ ഇൻ്ററാക്ഷൻ എന്താണ്, അതുപോലെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്, വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. മരുന്നിൻ്റെ ഗുണം പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ദോഷവശങ്ങളും മോഡേൺ മെഡിസിൻ അതിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നാനാവിധത്തിൽ ആ മരുന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ശാസ്ത്രീയമായി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കൃത്യമായ ആവശ്യത്തിനായിരിക്കണം മരുന്ന്, കൃത്യമായ അളവിലായിരിക്കണം, കൃത്യമായ സമയത്ത്. അങ്ങനെ കൃത്യത എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മരുന്നിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഇതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ. കാരണം ഒരു മരുന്നല്ലാതെ അവസ്ഥയിലേക്ക് ചിലപ്പോൾ ആയെന്ന് വരും. കാരണം മിക്ക മരുന്നുകളും അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ കൃത്യമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വാക്സിൻ പോലുള്ള വളരെ പ്രധാനപ്പെട്ട മരുന്നുകളൊക്കെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് എന്തെങ്കിലും തരത്തിൽ അത് തെറ്റായി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്നല്ലാതായി മാറും. മാത്രമല്ല പലതും വിഷമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ മരുന്ന് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് ആധികാരികമായി പഠിച്ചവരാണ് ഫാർമസിസ്റ്റുമാർ. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗം കണ്ടെത്തുകയും അതിനാവശ്യമായ മരുന്ന് കുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മരുന്നിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട, അതായത് പേഷ്യൻ്റ് കൗൺസിലിംഗ്, അതാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ കടമ. അത് കൃത്യമായി നിർവഹിക്കേണ്ടത് ഫാർമസിസ്റ്റുമാരാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മരുന്ന് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി ഫാർമസിയിലോ പോയി വാങ്ങിക്കുമ്പോൾ കൃത്യമായി അവിടെ ആരാണ് ഫാർമസിസ്റ്റ് എന്ന് ചോദിക്കണം. ആ ഫാർമസിസ്റ്റിനോട് എങ്ങനെയാണ് ഈ മരുന്ന് കഴിക്കേണ്ട വിധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് മനസ്സിലാക്കിക്കണം. എന്നിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പൊതുവെ ഇപ്പോഴത്തെ സമൂഹത്തിൽ മുമ്പുണ്ടായിരുന്നു ആളുകൾ, ഇപ്പോൾ ഒരു തലവേദന വന്നു, പല്ലുവേദന വന്നു, വേദന സംഹാരികൾ, പ്രത്യേകിച്ച് പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ വല്ലാതെ വാങ്ങി കഴിക്കുകയും അത് എന്താ പറയുക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വിതരണം കൊടുക്കുകയും ചെയ്യുന്നു, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും സാർ? ഈ മരുന്നിന് നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഷെഡ്യൂൾഡ് ഡ്രഗ്സാണ്. ഓരോ ഷെഡ്യൂൾഡ് ഡ്രഗ്സിനും അത് ഇന്ന രീതിയിലാണ്
അതിൻ്റെ സ്റ്റോറേജ് മുതൽ അത് ഉപയോഗിക്കേണ്ട വിധങ്ങൾ വരെയുണ്ട്. അതിൽ നമ്മുടെ OTC ഡ്രഗ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ പാരസെറ്റമോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൽബൻഡസോൾ തുടങ്ങിയ മരുന്നുകളൊക്കെ തന്നെ OTC ഡ്രഗാണ്. അപ്പോൾ ഇത് OTC means on the ഓൺ ദ counter. ഓൺ ദ ടേബിൾ അങ്ങനെയാണ് ഓൺ ദ ടേബിൾ കൗണ്ടർ അങ്ങനെ ടേബിൾ കൗണ്ടർ അത് കട്ട് ചെയ്ത ഓൺ ദ ടേബിൾ കൗണ്ടർ അതാണ് OTC. ഈ OTC ഗണത്തിൽ വിടുന്ന പാരസെറ്റമോൾ അല്ലെങ്കിൽ അതുപോലുള്ള ആൽബൻഡസോൾ ഇങ്ങനെ സർവ്വസാധാരണ ജനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണ്. ഇത്തരം മരുന്നുകളൊക്കെ തന്നെ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം പാരസെറ്റമോൾ തലവേദന പനിക്കൊക്കെ സാധാരണക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ നമുക്കറിയാം മരുന്നിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നും നമ്മുടെ ലോകത്തില്ല എന്നുള്ളത്. മരുന്ന് മാത്രമല്ല ഭക്ഷണത്തിൽ പോലും സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് സൈഡ് എഫക്റ്റ് എന്നുള്ളത്. നമുക്ക് ഈ പാരസെറ്റമോൾ തന്നെ അത് അമിതമായ ഡോസ് കഴിക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡോസ് ഉണ്ട്. ഒരു സാധാരണ അഡൽട്ട് ഡോസ് എന്ന് പറയുന്നത് 500 mg 4 times ഡെയിലി 6 hourly 6 മണിക്കൂർ ഇടവിട്ട് കഴിക്കാമെന്നുള്ളതാണ്. അതിപ്പം 650 വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം ആ രീതിയിൽ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് വന്നതാണ്. നേരത്തെ ഉള്ളത് സ്റ്റാൻഡേർഡ് സൈസ് 500 mg ആണ്. അപ്പോൾ ആ നിലയിൽ ഉപയോഗിക്കുക അത് ജനങ്ങൾക്ക് വാങ്ങി കഴിക്കാവുന്നതിന് തയ്യാറില്ല. പക്ഷേ നമുക്കറിയാം ഒരു പനി എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് പനി. പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ല ഇത് എനിക്കെന്തോ വേറെ അസുഖമുണ്ട് അതിൻ്റെ ലക്ഷണം പനിയാണ് എന്നുള്ളത്. ചിലപ്പം വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ബോഡി ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ള ഒറ്റ പ്രക്രിയ മാത്രമാണ് ഈ പാരസെറ്റമോൾ എന്നുള്ള ആ മോളിക്യൂളിൻ്റെ ഉപയോഗം. ആൻറ്റിപൈററ്റിക് അതെ. നമ്മൾ ഒരു പറയാൻ സാധാരണ അനാൾജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക് എന്നുള്ളത്. കാരണം തലവേദനക്കും പാരസെറ്റമോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അനാൾജസിക് എന്ന കാറ്റഗറിയിലും അതുപോലെ അനാൾജസിക് ആൻറ്റിപൈററ്റിക് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരന് ഇത് വന്നു കഴിഞ്ഞാൽ പനി എന്നുള്ളത് അതാണ് അസുഖം എന്നുള്ള ധാരണയിൽ പാരസെറ്റമോൾ നിരന്തരം വാങ്ങി കഴിക്കുകയാണ്. സർ, അതുപോലെ പാരസെറ്റമോൾ പോലെ തന്നെ അനാൽജസിക് വിഭാഗത്തിൽപ്പെട്ട എന്താ പറയുക നമ്മുടെ നീർക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അതും ഇതുപോലെ കൗണ്ടറിൽ നിന്ന് കിട്ടാവുന്ന ഡ്രഗാണോ? അല്ല, അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണം. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണം. അത് മാത്രമല്ല ഇപ്പം സാധാരണ ഉപയോഗിക്കുന്ന ഈ ഡൈക്ലോഫെനിക് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഡൈക്ലോഫെനിക് പൊട്ടാസ്യം അല്ലെങ്കിൽ ഡൈക്ലോഫെനിക് സോഡിയം പോലുള്ള മോളിക്യൂളാണ്. അത് വളരെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട മരുന്നുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ഗാസ്ട്രിക് അൾസറൊക്കെ ഉള്ള പേഷ്യൻസിന് വളരെ ഗൗരവപൂർവ്വം നിരീക്ഷിച്ച് കഴിക്കേണ്ട, അതും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം കഴിക്കേണ്ട മരുന്നുകളാണ്. അത് OTC ഡ്രഗിൻ്റെ ഗണത്തിൽ വരുന്നതല്ല. അപ്പോൾ തീർച്ചയായും അത് പിന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം കഴിക്കേണ്ട മരുന്നുകളാണ്. പക്ഷേ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് അത് അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടല്ലേ? പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ. അതെ, ഇത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അത് ഫാർമസിസ്റ്റിന് മാത്രമേ അത് ഡിസ്പെൻസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ കഴിച്ച് ഏതെങ്കിലും തരത്തിൽ അതിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് മെഡിക്കൽ ഷോപ്പ് ഉടമയ്ക്കും അത് ആരാണോ മരുന്ന് പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ളത് അവർക്കെതിരെ നടപടി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം രാത്രി കാലങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ അല്ല ഫാർമസിസ്റ്റ് 24 hours നിർബന്ധമായിരിക്കണം എന്നാണ് നിർബന്ധമായിരിക്കണം. അതായത് നമുക്കൊരു ഡ്രഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം മരുന്നിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആയാലും ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ആയി കഴിഞ്ഞാലും കഴിക്കേണ്ട വിധങ്ങളൊക്കെ തന്നെ ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ ഇന്ന മരുന്നുമായിട്ട് ഒന്നിച്ച് കഴിക്കാൻ പാടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന വിഭാഗം ഫാർമസിസ്റ്റുമാരാണ്. അപ്പം ഫാർമസിസ്റ്റ് അല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഒരു തരത്തിലും അത് കൃത്യതയോടുകൂടി നമുക്ക് കഴിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മരുന്നിൻ്റെ ഒന്നും അറിയാത്ത ആൾക്കാരാണ്.
ഈ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. അല്ല, അതുപോലെ തന്നെ വലിയ വലിയ കടകളിലൊക്കെ പല ആളുകളുണ്ട്, അസിസ്റ്റന്റുമാരുണ്ട്, ഫാർമസിസ്റ്റ് അസിസ്റ്റന്റുമാരുണ്ടല്ലോ, മരുന്ന് കൊടുക്കാനും സെയിൽസ്മാൻ എന്നറിയപ്പെടുന്ന വിഭാഗം. അവരും മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഇവരുടെ അണ്ടർ സൂപ്പർവിഷൻ തന്നെയാണ് നടക്കുന്നത്? അതാണ് പറയുന്നത്, ഫാർമസിസ്റ്റിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ മരുന്ന്. അതല്ലേ പ്രാക്ടിക്കൽ, അതല്ലേ, അല്ലാതെ എല്ലാ ഫാർമസിസ്റ്റിനെ വെച്ച് നടക്കുന്ന കാര്യം അല്ല. അപ്പോൾ അത് അത് മാത്രമല്ല, താങ്കൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ രാത്രി കാലങ്ങളിലെ ഒരു സ്ഥിതി, അത് വളരെ ഗൗരവപൂർവ്വം നമ്മളെ ഫാർമസി മേഖലയിലെ സംഘടനകളും ഫാർമസി കൗൺസിലും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ലാതെയാണ് പല സ്ഥലത്തും മരുന്ന് വിതരണം ചെയ്യുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. കാരണം നമുക്കറിയാം, മയക്കുമരുന്നുകൾ ആയി ഉപയോഗിക്കുന്ന പല മരുന്നുകളും രാത്രി കാലങ്ങളിലാണ് കൂടുതലായി ഈ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ കച്ചവടം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഫാർമസിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് അമിതമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം നിയമം അനുസരിച്ച് മാത്രമേ ഡിസ്പെൻസ് ചെയ്യൂ. ഡോക്ടർ ഒരു 10 ടാബ്ലറ്റാണ് പ്രിസ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ആ 10 ടാബ്ലറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ തയ്യാറാവില്ല. പക്ഷേ ചില മുതലാളിമാരൊക്കെ കച്ചവട താല്പര്യത്തിൻ്റെ ഭാഗമായി ഇത്തരം മരുന്നുകൾ വളരെയധികം എത്ര വേണമെങ്കിലും കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് പൊതുസമൂഹത്തിൽ പലരും ദുരുപയോഗം ചെയ്യും. അതെ, വേദന സംഹാരികളൊക്കെ തന്നെ ഇത്തരം രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സ് ആയിട്ടുള്ള, അതായത് ഉറക്കക്കുറവിന് അല്ലെങ്കിൽ ടെൻഷന് ഉപയോഗിക്കുന്ന പല മോളിക്കൂളും, അനസ്തേഷ്യക്കല്ല, നമ്മളെ ശക്തിയായ പെയിൻ കില്ലറായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അതുപോലെ ടാബ്ലറ്റ് നിട്രാസിപ്പാം, ഡൈസിപ്പാം തുടങ്ങിയ ഗണത്തിൽ വരുന്ന മോളിക്യൂളുകളൊക്കെ തന്നെ ഉറക്കത്തിന് കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് കഴിക്കുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത പേഷ്യൻ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ലഹരിയായി മാറുകയാണ്. അത് സ്ഥിരമായിട്ട് ഇത്തരം ഡ്രഗുകളാണ് ഇപ്പോൾ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നത്. പലരും ഈ മയക്കുമരുന്നൊക്കെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള, പ്രത്യേകിച്ച് നിട്രാസിപ്പാമൊക്കെ വളരെ കൂടുതലായിട്ട് ചില സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അത്. അത് സാധാരണക്കാർ അത് ലഹരിക്കായി, അതെ, ഇത് കഴിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഇനി അല്ലാതെ ഈ ഗുളികയും കഴിച്ച് നടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലഹരിയായിട്ട് അനുഭവപ്പെടും. പിന്നെ അത് സത്യം പറയുകയാണ് ബ്രെയിനിനെയും ശരീരത്തെ മൊത്തം ബാധിക്കുകയും ചെയ്യും. അത് സ്ഥിരമായി ഇതിന് എഡിറ്റാവും. അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗുളികയില്ലാതെ അദ്ദേഹത്തിന് ഉറക്കം ലഭിക്കില്ല, പിന്നെ അസ്വസ്ഥത പലതും ഉണ്ടാകുന്നു. എന്തിനാ പറയുന്നത്, നമ്മുടെ ചില സ്റ്റിറോയിഡുകൾ പോലും ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വീസിങ്, ശ്വാസം മുട്ടലിനൊക്കെ ഉപയോഗിക്കുന്ന, അതെ, വൈസലോൺ കാറ്റഗറിയിൽ, അതുപോലെ ഡെക്സാമെത്തസോൺ, ആ കാറ്റഗറിയൊക്കെ തന്നെ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അതിന് അടിമപ്പെട്ടു പോകും. അത് പക്ഷേ സാർ നേരത്തെ പറഞ്ഞ പോലെ 2 ബിസ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ലേ കൊടുക്കാൻ പാടുന്ന നിയമമുണ്ടോ? അത് ഈ ഷെഡ്യൂളിനൊന്നുമില്ല. ഷെഡ്യൂൾഡ് എക്സ് അല്ല, അത് ഷെഡ്യൂൾഡ് എക്സ് കാറ്റഗറി ആണെങ്കിൽ ഷെഡ്യൂൾഡ് H1, ഇപ്പൊ H1 കാറ്റഗറി വന്നിട്ടുണ്ട്. അതും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാകണമെന്നാണ്, അത് ഒരു കോപ്പി നേരത്തെ വെക്കണമെന്നൊക്കെയാണ് നിയമമാണെങ്കിലും. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആ മെഡിക്കൽ ഷോപ്പിൽ സ്ഥിരമായിരിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര, അത് ക്ലോസിങ് എത്ര എന്നുള്ളതിന് കൃത്യമായി അത് നമ്മൾ സൂക്ഷിക്കണം, അതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ട്. അതാണ് അതിൻ്റെ പ്രധാനം. പിന്നെ സാറ് ഒരു മരുന്നിൻ്റെ കൂടെ മരുന്ന് കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകളുണ്ടല്ലോ. അതെ, സാറ് നേരത്തെ ഇൻട്രാക്ഷൻ, അതെ, അത് ഏതൊക്കെ സ്വാഭാവികം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഏതും കൂടുതൽ കഴിക്കാം, അങ്ങനെ ഒരു ഉദാഹരണം ഏതാണ് പറയുക? വളരെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോപ്പിഡോഗ്രിൽ എന്ന് പറയുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് കൊളസ്ട്രോൾ അല്ല, നമ്മുടെ ഹാർട്ട് പേഷ്യൻറ്റിനൊക്കെ അല്ലെങ്കിൽ ന്യൂറോ പേഷ്യൻസിനൊക്കെ ബ്ലഡ് കട്ടപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഗുളികയാണ്. അപ്പോൾ ഇത് പിന്നെ കഴിക്കുമ്പോൾ നമുക്കറിയാം ആൽബൻഡസോൾ എന്ന് പറഞ്ഞാൽ വേംസിന് കൊടുക്കുന്നത്. അതെ, അപ്പോൾ ഇത് രണ്ടും പിന്നെ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല, ഡ്രഗ് ഇൻ്ററാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് സർവ്വസാധാരണ നമ്മളൊക്കെ ഫാർമസി കോഴ്സിന് പഠിക്കുന്നതാണ്, ടെട്രാസൈക്ലിൻ പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല, അത് ഡ്രഗ് ആൻഡ് ഫുഡ് ഇൻ്ററാക്ഷൻ. അതെ, ആ രീതിയിലുള്ള കുറേ ഉണ്ട്. അത് സാധാരണഗതിയിൽ അതുകൊണ്ടാണ് ഒരു പേഷ്യൻ്റ് മരുന്ന് വാങ്ങിക്കുമ്പം ഫാർമസിസ്റ്റിനോട് ചോദിക്കണം
ഈ മരുന്നുകൾ ഒന്നിച്ച് കഴിക്കാൻ പാടുണ്ടോ? ചിലപ്പം 2 ഡോക്ടറെ കാണിക്കുന്ന പല പേഷ്യൻസും ഉണ്ട്, ഒന്നിച്ച് മരുന്ന് വാങ്ങിക്കും. അപ്പം പക്ഷേ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് മറ്റേ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നതും അറിയില്ല. ചിലപ്പം ഡോക്ടറും അറിഞ്ഞില്ല എന്ന് വരും, ഫാർമസിസ്റ്റും അറിഞ്ഞില്ല എന്ന് വരും. 2 ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും. ഒരു മരുന്ന് ഒരു സ്ഥലത്ത് വാങ്ങിക്കും, മറ്റൊരു മരുന്ന് മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കും, പക്ഷേ ഒന്നിച്ച് കഴിക്കും. ഇതിൽ തന്നെ മിക്കവാറും നമ്മളൊക്കെ ശ്രദ്ധയിൽ സർവ്വസാധാരണമായിട്ട് വരുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് തന്നെ ചില 2 പ്രിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അത് കൂടുതലായി അമിതമായ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട. അതെ, ഇതാണ് പലർക്കും അറിയാത്തത്. അതെ അതെ. അപ്പോൾ ഇത്തരം പ്രോഗ്രാമിലല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം അതെങ്കിലും ഉപകാരപ്പെട്ടെ എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം കൂടി, ഇൻട്രാക്ഷൻ പറഞ്ഞു. അപ്പം ഫുഡ്, ഇപ്പോൾ ഏതെല്ലാം ഫുഡ് കഴിക്കാൻ പാടില്ല? ഇപ്പം ചായയുടെ കൂടെ കഴിക്കുന്ന കാണാം, കോഫിയുടെ കൂടെ കഴിക്കും. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ? അതൊരു വിഷയം, പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നമ്മൾ സാധാരണയുള്ള നിലയിൽ നമ്മൾ 1 വീതം 3 നേരം എഴുതി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ മെഡിക്കൽ സ്റ്റോറിലും ഫാർമസിസ്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുക 1 വീതം 3 നേരം എന്ന് മാത്രമാണ്. പക്ഷേ ഈ 1 വീതം 3 നേരം എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകൾ, 8 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണം എന്നതാണ് സമയം. അപ്പോൾ നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്ന് പറയുമ്പോൾ രാവിലെ എപ്പോഴാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത്, ഉച്ചയ്ക്ക് എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്താണ് കഴിക്കുന്ന ഒരു സ്ഥിതിയുള്ളത്. പക്ഷേ ഇത് ഫാർമസിസ്റ്റ് ആ സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കണം, 8 മണിക്കൂർ ഇടവിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. മാത്രമല്ല ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ മെല്ലെ മെല്ലെ നശിക്കുള്ളൂ. ഇപ്പം മിക്കവാറും അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനും മെക്കാനിസവും നോക്കുമ്പോൾ ഇതിൽ മിക്ക ബാക്ടീരിയൻ്റെയും കവചങ്ങൾ പ്രോട്ടീൻ കവചങ്ങളായിരിക്കും. അപ്പോൾ ആ പ്രോട്ടീൻ കവചത്തെ പൊട്ടിച്ചുകൊണ്ട് ഇതിനെ നശിപ്പിക്കുക, ആ ബാക്ടീരിയ നശിപ്പിക്കുക. അതാണ് ചില ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിക്കുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാവും. ഇപ്പം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ചുമ ഇല്ലാതായി, പനി നിന്നുപോയി, അല്ലെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ മാറി. അപ്പം സാധാരണ ധാരണ എന്താണ്, എൻ്റെ അസുഖം മാറി എന്നുള്ള നിലയിൽ. അതെ. പിന്നെ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, ഈ ഇംഗ്ലീഷ് മരുന്നുകൾ അധികം കഴിക്കണ്ട, അത് നല്ലതല്ല. അപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ചോദിക്കും എന്തായി അസുഖമെന്ന്. ഇപ്പം ആശ്വാസമുണ്ട്, ഡോക്ടർ 5 ദിവസത്തേക്ക് മരുന്ന് എഴുതിയതാണ്, ഞാൻ പക്ഷേ 3 ദിവസം കഴിക്കുമ്പോഴേക്കും ഇപ്പോൾ ആശ്വാസമുണ്ട്. ഇനി കഴിക്കേണ്ടതില്ല, കാരണം ഇത് ഇംഗ്ലീഷ് മരുന്നാണ്, അധികം കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷേ അത് കൃത്യമായി നമ്മൾ ഒരു കോഴ്സ്, ഡോക്ടർ എത്ര ദിവസത്തേക്കാണോ മരുന്ന് കുറിച്ചത് ആ ദിവസം കൃത്യമായി കഴിച്ചിരിക്കണം. അത് കൃത്യമായ അതിൻ്റെ ഇടവേളകൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. അത് മാത്രമല്ല, ചിലത് ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ, അതെങ്ങനെയാണ് തീരുമാനം? എന്താണ് ഭക്ഷണത്തിൻ്റെ മുമ്പ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഫുൾ അബ്സോർപ്ഷൻ കിട്ടണം മരുന്നിൻ്റെ. ചില മരുന്ന് പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടുമാണ് കഴിക്കേണ്ടതുണ്ട്, കൂടെ കഴിക്കുന്നതുണ്ട്. അതുകൊണ്ട് അതായത് ഭക്ഷണത്തിൻ്റെ മുമ്പ് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമ്മുടെ പിന്നെ തൈറോയിഡിനുള്ള ഗുളികകളുണ്ട്. അപ്പോൾ തൈറോക്സിൻ എന്ന് പറയുന്നുള്ള ആ ടാബ്ലറ്റ് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. വെറും വയറ്റിൽ എന്ന് പറഞ്ഞാൽ അത് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ഹോർമോൺ തലത്തിൽ പെട്ട ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, മറ്റുള്ള മരുന്നുകളെ പോലെയല്ല. അത് കഴിച്ച് ബോഡിയിൽ തന്നെയുള്ള മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല. അത് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. അതുപോലെ ചില നമുക്ക് ഗാസ്ട്രിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ട്. ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ള പാൻറ്റോപ്രസോൾ, റാബിപ്രസോൾ, ഒമിപ്രാസോൾ, റാൻറ്റിഡിൻ, ഈ ഗണത്തിൽപ്പെട്ട മരുന്നുകളൊക്കെ തന്നെ ഭക്ഷണത്തിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അത്രയും അതിന് അറിയണ്ടു, സാധാരണക്കാർ അത്രയും അതിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നേരത്തെ കഴിച്ച് അതിന് ഒരു പ്രിപ്പറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് 1 മണിക്കൂർ മുമ്പേ കഴിക്കണം എന്നുള്ളതാണ്. പിന്നെ പൊതുവേ അഡ്വാൻസ് ആയിട്ട് മറ്റു മരുന്നുകൾ, ഇറിറ്റൻ്റായ മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നല്ലേ? അതെ, അത് മിക്കവാറും ഈ വേദന സംഹാരികളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. ചില ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിനെ പ്രിക്കോഷൻ എന്നുള്ള നിലക്കാണ് ഇത് കഴിക്കുന്നത്.
അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ ഉണ്ട്. അത് കാണാൻ ചിലപ്പോൾ അസിറ്റൈൽ സാലിസിലിക് ആസിഡ് നമുക്ക് ആസ്പിരിൻ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ കഴിക്കുമ്പോൾ, കാരണം ഈ ആസ്പിരിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ആസ്പിരിൻ പൊതുവെ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നില്ല. വേദന സംഹാരിയായിട്ടില്ല. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ആന്റി കൊയാഗുലേറ്റ്, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കും എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അതിനു വേണ്ടിയാണ് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്. എക്കോസ്പിരിൻ ഒക്കെ ഉണ്ട്, ആ രീതിയിലുള്ള ഗുളികകളാണ്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒന്നിച്ച് കഴിക്കണം. കാരണം ഈ നമ്മുടെ വയറ്റിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പുണ്ണോ അൾസറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബ്ലീഡിങ് ഉണ്ടായി കളയും. അപ്പം വിത്ത് ഫുഡ് കഴിക്കുമ്പോൾ ആ പ്രശ്നം ഒരു പരിധിവരെ തടയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ആ തരത്തിൽ പറയുന്നത്. അതിപ്പോൾ പുറത്തുള്ള മുറിവായാലും ബ്ലീഡിങ് കൂടില്ല സർ? വയറ്റില ഇല്ല, അത് പുറത്തുള്ള മുറിവിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വയറ്റിൽ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വയറിന് ഉണ്ടാകുന്ന മുറിവുകളിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അൾസർ ഉണ്ടായി, അത് നമുക്കറിയാതെ ഭക്ഷണത്തിന് കൂടെ വിത്ത് ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. അതും ഇതുപോലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭക്ഷണത്തിന് ശേഷം കഴിക്കണം എന്ന് പറയുന്നത്. ആ ഗണത്തിൽപ്പെട്ട ഗുളികൾ കുറേ മരുന്നുകളുണ്ട്. പിന്നെ ആളുകൾ വൈറ്റമിൻസ് ഇപ്പോൾ അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും പൊതുവെ അങ്ങനെ വാങ്ങിക്കഴിക്കാറുണ്ട്. അത്തരം ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഈ പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ വൈറ്റമിൻസിനുണ്ടോ? ഈ കോംപ്ലക്സ് പോലെയുള്ള ഗുളികകൾ, ന്യൂറോബയോൺ അങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കഴിക്കാം എന്നുള്ള ഒരു ധാരണയാണ് സമൂഹത്തിൽ. അതാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഏത് മരുന്നുകളും കഴിക്കുമ്പം ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ ശുപാർശ ഇല്ലാതെ ഒരു മരുന്നും കഴിക്കാൻ പാടില്ല. ഈവൻ ബി കോംപ്ലക്സ് പോലും നമുക്കറിയാം, ബി കോംപ്ലക്സ് കഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ നിറത്തിലേക്ക് പോകും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഴുവനായി നമ്മുടെ കിഡ്നിക്ക് താങ്ങാൻ കഴിയില്ല ഈ മരുന്നുകളൊന്നും തന്നെ. അപ്പോൾ അതുകൊണ്ട് വളരെ ബി കോംപ്ലക്സ് അനാവശ്യമായി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പം ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡയഗ്നോസിന് ശേഷം അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വെറുതെ നമുക്ക് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ പോയി കുറച്ച് വിറ്റമിൻസ് ഗുളിക വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ സമ്പ്രദായമാണ് ഒരു കാരണവശാലും. കാരണം നമുക്ക് ആവശ്യത്തിനല്ലാതെ അനാവശ്യമായി കഴിക്കുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മറ്റു പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും. ഒരു കാരണവശാലും അങ്ങനെ ബി കോംപ്ലക്സും കഴിക്കാൻ പാടില്ല എന്നാണ്. കാൽസ്യം പോലുള്ള എല്ലാം ആവശ്യത്തിന് കഴിക്കണം, അനാവശ്യമായിട്ട് വെറുതെ തോന്നി കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പൊതുവേ ഇപ്പം ആളുകൾ കഫ് സിറപ്പ് വല്ലാണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നൊരു മരുന്നാണ്. ആളുകൾ കഫ് സിറപ്പുകൾ വല്ലാതെ അളവ് പോലും നോക്കാതെ ഇങ്ങനെ അങ്ങനെ കുടിക്കുന്നവരുണ്ട്. കഫ് സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പലതും സെഡേറ്റീവ് ആണെന്ന് തോന്നുന്നില്ല. ഈ കൊഡിൻ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, അതെ, ലഹരി മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. കൊഡിൻ ഫോസ്ഫേറ്റ് നമുക്ക് ഒരു സഡേഷൻ കിട്ടും. ചുമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇനി തെറ്റാണെങ്കിൽ അതാർക്കെങ്കിലും പറയാം. ഈ ചുമക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മരുന്നില്ല. നമുക്ക് ചുമക്കാനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ഇതുപോലുള്ള. അതെ, സപ്രസ് ചെയ്യാൻ മാത്രം. പിന്നെ അതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഹിസ്റ്റാമിൻ, ഇപ്പം ത്രോട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, ചുമ അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ, അതെ, പിന്നെ ക്ലോറോഫിനാറിയം മാലിയേറ്റ് പോലുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആ രീതിയിൽ ആൻറ്റി ഹിസ്റ്റാമിൻ അടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സിട്രസിൻ അടങ്ങിയ കഫ് സിറപ്പുകൾ ഇപ്പം വരുന്നത്. അലർജിക്ക് അത്രേ അതിന് കാണുള്ളൂ. അല്ലാതെ ചുമയുടെ കാരണം, യഥാർത്ഥ കാരണം അതെന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാണ് ചുമ. അതായത് നമുക്ക് സ്ഫൂട്ടം പുറത്തേക്ക് തള്ളാനുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അത് ഇല്ലാതാക്കേണ്ടിയില്ല. അത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. സാധാരണ ഒരാൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആയുർവേദയോ അല്ലെങ്കിൽ കഴിക്കുന്നവരുണ്ടാവും. അതെങ്ങനെയാണ്, അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടോ? എങ്ങനെയാണ് സാധാരണ കെമിക്കൽ നമ്മുടെ അലോപ്പതി മെഡിസിനും ഇത് ഇൻറ്ററാക്ഷൻ ഉണ്ടോ? അലോപ്പതി മരുന്നിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പാരസെറ്റമോളിൽ എന്താണ് അസിറ്റോമിനോഫിൻ ഇത്ര 500 mg ഉണ്ട്. അത് ഇന്ന ഫാർമക്കോളജിക്കൽ ആക്ഷൻ, അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ പിന്നെ ഗുണനിലവാരം, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന മരുന്നാണ് ഇന്നതിൽ അടങ്ങിയത് എന്ന് കൃത്യതയോടുകൂടി പറയാൻ കഴിയില്ല. അതിൽ പിന്നെ എന്താണ് അതിൻ്റെ ആക്ഷൻ, ചിലപ്പോൾ ഇന്ന അരിഷ്ടം അല്ലെങ്കിൽ ഇന്ന ആസവം ഇന്ന കാര്യത്തിനെന്ന് പറയുമ്പോൾ എന്നാൽ അത് ഇന്ന തകരാറ് കൂടി ഉണ്ടാക്കും എന്നുള്ളത് പൊതുസമൂഹത്തോട് പറയുന്നില്ല.
നമ്മൾ അലോപ്പതി മെഡിസിൻ സംബന്ധിച്ചിടത്തോളം ഒരു മോളിക്യൂൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൃത്യമായി 5 വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മനുഷ്യ ശരീരത്തിലേക്ക്, അതുമാത്രമല്ല അതിന് തന്നെ കൃത്യമായിട്ടുള്ള ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്നുള്ള ആ ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മനുഷ്യ ശരീരത്തിലേക്ക് ആ മരുന്ന് ഉപയോഗിക്കുകയുള്ളൂ. അത് നമുക്ക് കോവിഡ് കാലത്ത് നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ വാക്സിൻ, ഓരോ വാക്സിനും കണ്ടെത്തിയപ്പോൾ അതെങ്ങനെയാണ് പക്ഷേ അത് കുറച്ചും കൂടി സ്പീഡിലായിരുന്നു. കാരണം അത്രയും ഒരു ആപത്ത് ഘട്ടത്തിലായിരുന്നു നമ്മുടെ സമൂഹം. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ തരത്തിലുള്ള ഒരു കഴിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ വളരെ തെറ്റായ പ്രചരണങ്ങളൊക്കെ തന്നെ വാക്സിനെ കുറിച്ചൊക്കെ ഉണ്ട്. അത് ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് എന്താണ്? അതായത് വാക്സിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മരുന്നിനും സൈഡ് എഫക്റ്റ് ഇല്ലാതില്ല. ആ വാക്സിൻ തന്നെ നമ്മുടെ കോവിഷീൽഡ് വാക്സിനാണ് സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചത്. ആ വാക്സിൻ തന്നെ ഉപയോഗിക്കുമ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ വിദഗ്ധർ, അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ആ ക്ലോട്ടിങ് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് പ്രചരിക്കുന്ന പോലെ തന്നെ ഉടൻ തന്നെ ബ്രെയിനിൽ മുഴുവൻ കട്ട പിടിക്കുകയാണ്, ഹാർട്ടിൽ കട്ട പിടിക്കുകയാണ്, ആളുകൾ കുഴഞ്ഞു മരിക്കുകയാണ്. ഇതൊക്കെ വളരെ തെറ്റായ ഒരു പ്രചരണമാണ്. ഒരു കാരണവശാലും അത് ഇത് കണ്ടെത്തിയ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ ഉണ്ട്, ഫാർമസിസ്റ്റാണ് അദ്ദേഹം, ഡോക്ടർ മോൻസി മാത്യു, കോട്ടയത്തുകാരനാണ്. സാറ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. സാർ നിരന്തരം ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഇവിടെ തെറ്റായ പ്രചരണം എത്തുമ്പോൾ തന്നെ ഞാൻ സാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ അതിൻ്റെ ഒരു വിശദീകരണം അല്ലെ അതിൻ്റെ ഒരു ക്ലിയറൻസ് കിട്ടാറുണ്ട്. സാറ് ഇപ്പോഴും പറയുന്നത് ആ തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഏത് മരുന്നിനും അതിൻ്റേതായ രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. എന്തിനാണെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഭക്ഷണത്തിന് പോലും അമിതമായി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ചില ഭക്ഷണത്തിന് തന്നെ സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ളതാണ്. ഈ മരുന്ന് ഉപയോഗിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? മരുന്നുകൾ ഉപയോഗക്രമം. മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ മരുന്നുകൾ കഴിക്കുന്നത് രാവിലെ, ഉച്ച, രാത്രി എന്നുള്ളതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ മിക്കവാറും ഭക്ഷണത്തിൻ്റെ ഒന്നിച്ച് നല്ല ചൂട് ചായ, കാപ്പി അല്ലെങ്കിൽ അതുപോലുള്ള പാനീയങ്ങൾ ഒന്നിച്ചിട്ടാണ് കഴിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ സൂക്ഷിക്കുന്ന മരുന്നുകളാണ്. രാവിലത്തെ ചൂട് ചിലപ്പോൾ 70 അല്ലെങ്കിൽ 80 ഡിഗ്രിയൊക്കെ ചൂടുള്ള ചായയിലും കാപ്പിയിലൊക്കെ കഴിച്ച് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടൻസിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇത് നിരന്തരം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ മരുന്നിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടാബ്ലറ്റ്, ഒരു ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് തിളച്ച് തണുത്ത ഒരു 300 മില്ലി വെള്ളത്തിൽ മാത്രമേ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് യാതൊരു ഈ കഴിക്കുന്ന വിധവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് മരുന്നിൻ്റെ സ്റ്റോറേജുകളാണ്. നമ്മൾ വീടുകളിലൊക്കെ തന്നെ മിക്കവാറും സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തായിരിക്കും ഒരു ഡബ്ബയിൽ മഞ്ഞൾപ്പൊടിക്കും അല്ലെങ്കിൽ മുളക് പൊടിക്കും ഇടയിൽ ഒരു ഡബ്ബയുണ്ടാവും, അത് മരുന്നിൻ്റെ ഡബ്ബയായിരിക്കും. അപ്പോൾ വേഗം എടുത്ത് കഴിക്കാം എന്നുള്ള നിലയിലാണ് സൂക്ഷിക്കുന്നത്. നമുക്കറിയാം സ്റ്റൗവിൻ്റെ നിരന്തരം ചൂട് തട്ടി അവിടെയുള്ള ടെമ്പറേച്ചർ വ്യതിയാനം സംഭവിച്ചേക്കും. അപ്പോൾ അത് നമ്മൾ ഈ മരുന്നിൻ്റെ ഗുണനിലവാരത്തെയും ബാധിച്ചേക്കും. പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒന്നുകിൽ ജനലിൻ്റെ പുറത്തായിരിക്കും മിക്ക മരുന്നുകളും സൂക്ഷിക്കുന്നത്. അത് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തുള്ള വെയിലടിച്ച് മരുന്നിൻ്റെ ഈ ചൂട് കൊണ്ട് തന്നെ മരുന്നിൻ്റെ പൊട്ടൻസിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതൊക്കെ നുറുങ്ങുകളാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതസുഖത്തിനും അത് നമ്മൾ കഴിക്കുന്ന ഒരു മരുന്ന് പിറ്റേ ദിവസം 24 മണിക്കൂർ നമ്മൾ നീണ്ടു നിൽക്കുന്ന മരുന്നുകളാണെങ്കിൽ പോലും അത് ആ കൃത്യ ഇടവേളകളിൽ മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. 2 നേരം എന്ന് പറയുന്നത് 12 മണിക്കൂർ ഇടവിട്ടിട്ട് മാത്രം കഴിക്കുക. അതുപോലെ 4 നേരം എന്നാണെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. 3 നേരം എന്നുള്ളത് 8 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. ഈ തരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ, അതായത് നമ്മളൊരു രോഗം കണ്ടെത്തുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് മരുന്ന് കഴിക്കുന്നത്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, രോഗം കണ്ടെത്തുന്ന ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ മരുന്ന് കൃത്യതയോടെ കഴിച്ചില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ഡോക്ടറെ കാണിച്ചത് കൊണ്ടും കാര്യമില്ല എന്നുള്ളതാണ്.
അതുപോലെ തന്നെ സാർ ഇപ്പം ഉപയോഗിച്ച മരുന്നുകൾ വീടുകളിലൊക്കെ കാണാമല്ലേ, അതിൻ്റെ ഡിസ്പോസൽ അതെങ്ങനെയാണ്? നമുക്ക് അത് പൊതുവെ പല സ്ഥലത്തും വലിച്ചെറിയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആളുകൾ കാണിക്കാറ്. സാധാരണ നമ്മളൊരു വേസ്റ്റ് വലിച്ചെറിയുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് മരുന്നുകളും കാണാം പല സ്ഥലങ്ങളിലും, ട്യൂബുകളും. അതെങ്ങനെയാണ്? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ഇപ്പം നിലവിൽ? കളക്ട് ചെയ്തിട്ട് മരുന്നുകൾ ഡിസ്പോസ് ചെയ്യുന്ന, പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അതുണ്ടോ? അതാണ് ഞാനത് വായിച്ചതായിട്ട്. അതിന് തുടക്കം കുറിച്ചൊരു ജില്ലയാണ് ഇവിടെ കോഴിക്കോട് ജില്ല. അതാണ് ഞാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും ഇപ്പം പിന്നെ ഇവിടെയുള്ള ഉള്ളിയേരി പഞ്ചായത്തും ചേർന്നുകൊണ്ട് അതിൻ്റെ പിന്നെ പ്രൗഡ് എന്നുള്ളൊരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. കാരണം വലിച്ചെറിയുന്ന മരുന്നുകൾ കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ബാക്കി വരുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും. അത് നമ്മുടെ മണ്ണിലേക്ക് കലരുകയാണ്. മണ്ണിൽ നിന്ന് പിന്നെ വെള്ളത്തിലേക്ക്, അതുപോലെ നമ്മൾ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആ മരുന്നുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രതിഭാസം ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാലോ? അത് നേരത്തെ സാറ് പറഞ്ഞ് തുടങ്ങി വെച്ചു, ഒന്നുകൂടി പൂർണ്ണമായിട്ട്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ രോഗാണുവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിരന്തരം നമുക്ക് അശാസ്ത്രീയമായി കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, തുടർച്ചയായി ഇടവേളകൾ, അതായത് ഡോക്ടറെ ഒന്നും പരിശോധന ഇല്ലാതെ മരുന്നുകൾ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക. ചെറിയ കാര്യത്തിനൊക്കെ ഒരു ചുമയുണ്ട്, ആൻറ്റിബയോട്ടിക്സ് വാങ്ങുക, പല്ലുവേദനക്ക് ആൻറ്റിബയോട്ടിക്സ് വാങ്ങുക. ഈ ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ കൃത്യമായി അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിച്ച് മരുന്നിന് എഫക്റ്റ് ചെയ്യേണ്ട ബാക്ടീരിയ ഈ മരുന്നിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിലേക്ക് വരികയാണ്. ആ റെസിസ്റ്റ് ചെയ്ത് ബാക്ടീരിയ പിന്നെ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, വലിയ മുറിവോ പറ്റി നമ്മൾ ആശുപത്രിയിലായി, നമ്മൾക്ക് ആ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിന് ഫലിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. WHO തന്നെ പറഞ്ഞിട്ടുള്ളത് 2050 1 കോടിയിൽ പരം ആൾക്കാർ ഈ ലോകത്ത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി മരിച്ചു വീഴും എന്നുള്ളതാണ്. ഇനി എയ്ഡ്സോ കൊറോണയോ അതൊന്നുമല്ല, ഈ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായി വരുന്ന പ്രശ്നമായി മാറുന്നത്. അത് ഈ അശാസ്ത്രീയമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കുന്നില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള ധാരണയാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഈ പേഷ്യൻറ്റിനെ കാണാൻ ആശുപത്രിയിൽ പോവുകയാണ്. ആശുപത്രിയിലൊക്കെ തന്നെ ഇത്തരം ബാക്ടീരിയ കൂടുതലായി കിടക്കുന്നുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അത് ഈ സൂപ്പർ ബഗുകൾ എന്നുള്ള നിലയിലാണ്. ഒരു ആൻറ്റിബയോട്ടിക്സിന് മാത്രമല്ല, നിരവധിയായ ആൻറ്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിലെത്തിയ പേഷ്യൻസ്, ഈ ബാക്ടീരിയ ശരീരത്തിൽ കടന്നിട്ടുള്ള പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മരുന്ന് ശരീരത്തോട് പ്രതികരിക്കാത്ത അവസ്ഥയിൽ, മരുന്ന് കഴിച്ചാലും അസുഖം മാറാതെ അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ തന്നെ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് പോലും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ അടുത്ത് തന്നെ കുറേ മെഡിക്കൽ ഷോപ്പുകളുടെ ഡ്രഗ് ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ശക്തമായ ഒരു നിലപാടിലേക്ക് സർക്കാർ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കുറേ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ വിൽപ്പനയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ഗുരുതരമായ ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അത് തീർച്ചയായും ഈ വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണമാണ്. അതുമാത്രമല്ല, അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചാൽ ഒട്ടനവധി, അത് തന്നെ ഒരു വിഷയമാണ്. കാരണം അക്വാറ്റിക് ആനിമൽ വേണ്ടി വേറൊരു ദിവസം തന്നെ അതെ. അപ്പോൾ ആ തരത്തിൽ പിന്നെ മറ്റ് മരുന്നുകൾ തന്നെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണം. ഇത് നമ്മുടെ നാട്ടിലെ മറ്റുള്ള സാധനങ്ങൾ പോലെ കത്തിച്ച് കളയാനോ അല്ലെങ്കിൽ കുഴിച്ചിടാനോ കഴിയില്ല. കാരണം മരുന്നിൻ്റെ ഡിസ്പോസ് എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായിരിക്കണം. കുറേ മോളിക്യൂളുകളാണ്, കെമിക്കൽ സാധനങ്ങളാണ്. ഇത് ഒന്നിച്ച് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ എന്തെങ്കിലും മറ്റുള്ള മോളിക്യൂളായി നമുക്ക് അപകടകരമായിട്ടുള്ള മറ്റൊരു മോളിക്യൂളായിട്ടൊക്കെ മാറിയേക്കാം. അതുകൊണ്ട് ഇത് വളരെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ
നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ തയ്യാറെടുപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഏതായാലും വിലപ്പെട്ട അറിവുകൾ പകർന്നു തന്നതിന് സാറിന് നന്ദിയുണ്ട്. നന്ദി സർ. താങ്ക് യു.